നേരത്തെ നമ്മുടെ ചേതക് പാർട്ടാക്കിയിട്ട് പെയിൻ്റ് അടിക്കാൻ കയറ്റിയായിരുന്നു. അപ്പോൾ പെയിൻ്റ് അടിച്ച് കിട്ടിയിട്ടുണ്ട്. മുന്നേ പറഞ്ഞ പോലെ തന്നെ മെറ്റാലിക് പെയിൻ്റാണ് അടിച്ചത്. അപ്പോൾ പാർട്സ് എല്ലാം അതേപോലെ തന്നെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് നിരത്തി വെച്ചിട്ടുണ്ട്. വീലും ഫോർക്കും സെൻറ്റർ സ്റ്റാൻഡും ഒക്കെയാണ് ഈ വൈറ്റ് കളർ അടിച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ അസംബ്ലി സ്റ്റാർട്ട് ചെയ്യുവാണ്. ആദ്യമേ വയറിംഗ് കിറ്റൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തു. ഇടയ്ക്കൊക്കെ മാസ്കിംഗ് ടേപ്പ് പൊട്ടിച്ചിരുന്നതൊക്കെ മാറ്റി ഇൻസുലേഷൻ ടേപ്പ് ഇട്ടു. വയറിംഗ് ആദ്യമേ ഫോർക്കിൻ്റെ താഴേന്ന് മേലേക്ക് കയറ്റി നോക്കി. അത് നടക്കാത്തതുകൊണ്ട് ബോഡി തിരിച്ചു വെച്ചിട്ട് അതേപോലെ തന്നെ നോക്കി. പക്ഷേ അതും നടന്നില്ല. ഒരു കമ്പി കെട്ടിയിട്ട് അത് വെച്ച് വയറിംഗ് വലിച്ചെടുക്കാനാണ് പിന്നെ നമ്മൾ ശ്രമിച്ചത്. പക്ഷേ അതും പ്രതീക്ഷ പോലെ ഈസി ആയിരുന്നില്ല. പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ബോഡിയുടെ അകത്തുനിന്ന് ഫ്രണ്ടിലേക്ക് വയറിംഗ് തള്ളി വിട്ട് നോക്കി. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു കമ്പി വെച്ച് കെട്ടിയിട്ട് ഈ വയർ മൊത്തം ഫ്രണ്ടിലേക്ക് ബോഡിയുടെ ഉള്ളിലൂടെ എടുത്തു. ഈ വയറിംഗ് ഒക്കെ സെറ്റ് ചെയ്യാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം എടുത്തത്. അതിൻ്റെ കൂടെ തന്നെ ബ്രേക്ക് ലൈറ്റിന് വേണ്ടിയിട്ട് ഒരു വയർ റിയർ ബ്രേക്കിൻ്റെ സൈഡിലേക്ക് എടുക്കണം. അതും നമ്മൾ ആദ്യം ഒരു കമ്പി വെച്ച് കെട്ടി വലിക്കാനാണ് നോക്കിയത്. പക്ഷേ അത് നടന്നില്ല. പക്ഷേ അത് നമുക്ക് ബോഡിയുടെ ഉള്ളിലൂടെ കൈയിട്ട് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ബാക്കി വയറിംഗ് ഒക്കെ പൊസിഷൻ ചെയ്തു. പിന്നെ ഈ വയറിംഗ് എല്ലാം മേലെ ഹാൻഡിൽ ബാറിലേക്കാണ് വരേണ്ടത്. പക്ഷേ നമ്മളിപ്പം ഫോർക്കിൻ്റെ താഴെ വരെ കൊണ്ടുവന്നിട്ടുള്ളൂ. വീണ്ടും ഒരു കമ്പി വെച്ച് കെട്ടി തന്നെയാണ് നമ്മൾ മേലെ ഹാൻഡിൽ ബാറിന് അവിടം വരെ ഈ വയറിംഗ് ഒക്കെ കൊണ്ടെത്തിച്ചത്. പിന്നെ നമ്മൾ വീല് സെറ്റ് ചെയ്യാൻ തുടങ്ങി. ടയറൊക്കെ നല്ല കണ്ടീഷനാണ്. ട്യൂബിൻ്റെ കാര്യം അറിയത്തില്ല. എന്തായാലും കാറ്റില്ലായിരുന്നപ്പോൾ വണ്ടി ഓടിച്ചിട്ടില്ല. അതുകൊണ്ട് ട്യൂബ് ഓക്കെ ആയിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ വീല് 2 പീസായിട്ടാണ് വരുന്നത്. 2 സൈഡിൽ നിന്നും ചേർത്ത് വെച്ച് ടൈറ്റ് ആക്കണം. ഇവിടെ നമുക്കൊരു അബദ്ധം പറ്റി. ട്യൂബിൻ്റെ വാൽവ് ഇപ്പോൾ വെളിയിലേക്കാണ് ഇരിക്കുന്നത്. അത് അകത്തേക്കായിരുന്നു പോവേണ്ടിയിരുന്നത്. കാറ്റടിക്കാൻ കൊണ്ടുപോയപ്പോൾ ആണ് അത് മനസ്സിലാക്കിയത്. അങ്ങനെ വീൽ ഒന്നുകൂടി ഊരി സെറ്റ് ചെയ്യേണ്ടി വന്നു വീണ്ടും. എന്തായാലും കാറ്റടിച്ച് കിട്ടി. ട്യൂബെല്ലാം ഓക്കെയാണ്. സ്പെയർ ടയർ മാത്രമാണ് ഇച്ചിരി കണ്ടീഷൻ മോശം. ഇനി നമ്മൾ ഫ്രണ്ട് ഫോർക്ക് സെറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യമേ തന്നെ ഒന്ന് ഗ്രീസ് ചെയ്തു. ഫ്രണ്ട് സ്പ്രിങ് ആണ് പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്തത്. താഴത്തെ നട്ട് ആദ്യം ഫിറ്റ് ചെയ്തിട്ട് ഈ സ്പ്രിങ് ഇതിലേക്ക് തിരികെ കയറ്റിയാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ മേലെയും ഇതുപോലെ ഒരു പീസ് തിരികെ കയറ്റാനുണ്ട്. അതൊരു നട്ട് വെച്ചിട്ട് ഫോർക്കിലേക്ക് പിടിപ്പിക്കും. അടുത്തത് ഷോക്ക് അബ്സോർബറാണ്. അത് പ്രത്യേകിച്ച് പാടൊന്നുമില്ല, ഈസിയാണ് ഫിറ്റ് ചെയ്യാൻ. ഈ ഫോർക്കിൻ്റെ മേലെയും താഴെയും ഓരോ കോണും ബോളും ബെയറിംഗ് വെക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ സീറ്റിംഗ് ആദ്യം വെച്ചു. ഇനി ഫെൻഡർ കൂടെ വെക്കണം ഫോർക്ക് ബോഡിയിലേക്ക് പിടിപ്പിക്കാൻ. ഫോർക്ക് ഫെൻഡറായിട്ട് പിടിച്ചിരിക്കാനായിട്ട് മേലെയും സൈഡിലും 2 സ്ക്രൂ വീതമുണ്ട്. നേരത്തെ പറഞ്ഞ ബോൾ ഓരോന്നായിട്ട് വെച്ചു. വീണ് പോവാണ്ടിരിക്കാൻ നന്നായിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഫോർക്ക് ബോഡിയിലേക്ക് കയറ്റി.
നേരത്തെ ചെയ്ത പോലെ തന്നെ അടുത്ത സെറ്റ് ബോൾ ഇവിടെ പിടിപ്പിക്കണം. ഇതിലാണ് ഹാൻഡിൽ ബാർ റെസ്റ്റ് ചെയ്യുന്നത്. ഇത് കുറച്ച് മുന്നേ താഴെ വെച്ചതിനേക്കാൾ ചെറുതാണ്. അപ്പോൾ അത് ടൈറ്റാക്കി. അടുത്ത് നമ്മൾ ഫ്രണ്ട് ബ്രേക്കാണ് ചെയ്യുന്നത്. ബ്രേക്ക് ഷൂ രണ്ടും പൊസിഷൻ ചെയ്ത് സ്പ്രിങ്ങും ഇട്ടു. ഇതിൻ്റെ മേലെ ഒരു കവറുണ്ട്. ഈ കവറിലേക്കാണ് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച വീൽ അറ്റാച്ച് ചെയ്യുന്നത്. നടുക്കത്തെ നട്ട് ടൈറ്റാക്കി കവർ സെറ്റ് ചെയ്തു. അതിനുശേഷം വീല് ഫിറ്റ് ചെയ്യുവാണ്. നേരത്തെ വീല് സെറ്റ് ചെയ്തപ്പോൾ വാൽവ് പൊസിഷൻ മാറിപ്പോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പൊസിഷൻ. അങ്ങനെ 5 നട്ടും ടൈറ്റ് ആക്കിയപ്പോഴത്തേക്കും ഫ്രണ്ട് വീൽ ഏകദേശം സെറ്റായിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ ഉടനെ തന്നെ പറയാം. ഇവിടം വരെ നിങ്ങൾ കണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.